അനലോഗ് വാച്ചെങ്കിലും അനുവദിക്കൂ. ഈ കാർട്ടൂണൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും നമ്മുടെ എല്ലാ തൊഴിലിനെയും അതുപോലെ തന്നെ ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ജൂബിൻ കോട്ടയം അദ്ദേഹത്തിൻ്റെ ആശങ്കകളായിട്ട് നമ്മുടെ തൊഴിൽ വീതിക്ക് എഴുതി അറിയിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ഈ ഒരു കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. അതിനു മുന്നേ തീർച്ചയായും PSC നിലവിലിപ്പോൾ ക്ലോക്കുകൾ വയ്ക്കാത്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ച് പോട്ടെ, നമുക്ക് അനലോഗ് വാച്ച് പോലും കൊണ്ടുപോകാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥയെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് എന്തായാലും ജൂബിൻ കോട്ടയം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സമയമറിയാൻ നിലവിൽ യാതൊരു സംവിധാനവുമില്ല. ബെല്ലടിക്കുമ്പോൾ ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് പോലും ഇൻവിജിലേറ്റർമാർ അറിയിക്കാറില്ല. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം നമുക്കിപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതിയവരായാലും LDC മെയിൻസ് എഴുതിയവരായാലും ഒക്കെ നമ്മൾ പലരും അനുഭവിച്ച ഒരു പ്രശ്നം തന്നെയാണ് ഈ സമയം ഇനി എത്ര ബാക്കിയുണ്ട്. കാര്യം നമ്മൾ സമയം അറേഞ്ച് ചെയ്താണ് പലരും പലതും എഴുതുന്നത്. കാര്യം ചിലവർ ആദ്യം മാത്സ് എഴുതുന്നവരുണ്ട്, ആദ്യം ഇംഗ്ലീഷ് എഴുതുന്നവരുണ്ട്, ചിലവർ റാൻഡമായിട്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് എഴുതി പോകുന്നവരുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ സമയം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബെല്ലടിക്കുമ്പോൾ ഇത്ര സമയമാണ് ബാക്കിയുള്ളതെന്ന് പോലും ചില ഇൻവിജിലേറ്റർമാർ അറിയിക്കാറില്ല. ക്ലാസ്സിൽ ക്ലോക്ക് സ്ഥാപിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശവും PSC ചെവിക്കൊണ്ടില്ല. അത് നമ്മൾ അറിഞ്ഞതാണ്. വിദ്യാർത്ഥികളെല്ലാവരും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയും പരാതിയുടെ പ്രകാരം എന്ത് ചെയ്യുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ PSCക്ക് ക്ലോക്ക് വയ്ക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം വയ്ക്കുകയും PSC അത് പക്ഷേ എന്ത് ചെയ്യുകയാണ് വകവയ്ക്കാത്ത ഒരു സിറ്റുവേഷനാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഒരു സാങ്കേതിക വിദ്യയുമില്ലാത്ത അനലോഗ് വാച്ച് കെട്ടാൻ ഉദ്യോഗാർത്ഥികൾക്ക് PSC അനുമതി നൽകണം. അത് വളരെ ജെന്യുവിനായിട്ടുള്ള ഒരു നീഡാണല്ലേ. കാര്യം ഡിജിറ്റൽ വാച്ച് വേണ്ട, പക്ഷേ സാധാരണ ഒരു അനലോഗ് വാച്ച് കെട്ടാനുള്ള ഒരു അധികാരമെങ്കിലും കുട്ടികൾക്ക് PSC കൊടുക്കണമെന്ന് പറയുന്നത് വളരെ ജെന്യുവിനായിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണത്. മാത്രമല്ല സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് PSC മെമ്പേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വാച്ച് ചെക്ക് ചെയ്യാനുള്ള അനുമതി അവർക്ക് നൽകാം. ഇപ്പോൾ നമ്മളിപ്പോൾ വാച്ച് കൊണ്ട് പോവുകയാണെങ്കിൽ വാച്ച് കെട്ടുകയാണെങ്കിൽ ഇൻവിജിലേറ്റർമാർക്ക് വാച്ച് പരിശോധിക്കാനുള്ള ഒരു അവകാശവും നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അനലോഗ് വാച്ചുകൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോലും ഇത് അനുവദീയമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസ് തന്നെയാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നമുക്ക് അനലോഗ് വാച്ചുകൾ അനുവദിക്കുന്നതാണ്. കാര്യം എന്താണ്, എക്സാം വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെത്തേഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി എത്ര സമയമുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പരീക്ഷ ആ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെപ്രാളം കാരണം പലർക്കും ഉത്തരം തെറ്റിപ്പോകാനും അതേപോലെ ഉത്തരം സമയത്ത് എഴുതി തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയും പലർക്കും വന്നിട്ടുള്ളതാണ് അല്ലേ. പരീക്ഷ എഴുതുമ്പോൾ സമയം ഇനി എത്രയെന്ന് അറിയാൻ പലപ്പോഴും കഴിയാതെ വിദ്യാർത്ഥികൾ വെപ്രാളത്തിൽ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ഉത്തരങ്ങൾ തെറ്റിപ്പോവുക ചെയ്യുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം തിരിച്ചറിഞ്ഞ് PSC എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് ജൂബിൻ കോട്ടയം നമ്മുടെ തൊഴിൽ വാർത്തയിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ മറുപടി എന്ന ഒരു തരത്തിലാണെന്ന് തോന്നുന്നു ഇന്ന് കേരള PSCയുടെ നോട്ടിഫിക്കേഷൻസ് വന്ന ഒരു ആദ്യത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, PSC സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി അനലോഗ് വാച്ചുകൾ അനുവദിക്കില്ല എന്നാണ് PSCയുടെ അന്തിമ തീരുമാനം. ഇനി എന്തെങ്കിലും തീരുമാനങ്ങൾ വന്ന് എന്തെങ്കിലും മനമാറ്റമുണ്ടായി അനുവദിച്ചാലേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അനലോഗ് വാച്ചുകൾ അല്ലെങ്കിൽ വാച്ചുകൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം പല സ്ഥലങ്ങളിലും ഫ്രോഡുകളും ചീറ്റിങ്സൊക്കെ നടക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ഈ ഒരു സുതാര്യത നഷ്ടപ്പെടുത്താൻ PSC ഇനിയും തയ്യാറല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് PSC ചെയർമാൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് അല്ലെങ്കിൽ ഈ ഒരു നടപടിയോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് അറിയാനായിട്ട് കഴിയും. ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.